7 മിസ്റ്റേക്ക് സാലറിഡ് പീപ്പിൾ വിൽ ഡു. ഇതുകൊണ്ട് തന്നെ നമുക്കൊരു പൈസയും സേവ് ചെയ്യാനും പറ്റത്തില്ല. അതേപോലെ തന്നെ നമുക്കൊരു ടാർഗറ്റായിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാനും പറ്റത്തില്ല. സോ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ലിവിങ് വിത്തൗട്ട് എ ബഡ്ജറ്റ്, ഇതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്. നമ്മളൊരു ബഡ്ജറ്റ് പ്ലാനും ഇല്ലാതെ നമ്മൾക്ക് ഒന്നുമില്ല, സാലറി കിട്ടുന്നു, നമ്മൾ എന്തൊക്കെയോ വാങ്ങിക്കുന്നു, എന്തൊക്കെയോ കൊടുക്കുന്നു, പൈസയ്ക്ക് ആവശ്യം വരുമ്പോഴെല്ലാം എടുക്കുന്നു, ചിലവഴിക്കുന്നു. ഒരു ഗ്രോസറി പ്ലാനിങ് ഇല്ല, ഒരു മന്ത്ലി ബഡ്ജറ്റ് പ്ലാനിങ് ഇല്ല, നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടെന്നറിയില്ല. ഇതൊന്നും ചെയ്യാതെ ഒരു ബഡ്ജറ്റ് പ്ലാന് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന നമ്മളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനോ പൈസ സേവ് ചെയ്യാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ സാലറി. നമ്മളൊരു സൈഡ് ഇൻകമോ ഒരു പാർട്ട് ടൈം ജോലിയോ ഒന്നും ചെയ്യാതെ നമ്മൾ കഷ്ടപ്പെട്ട് 9 to 5 ജോലി ചെയ്യുന്നു. ഭയങ്കര വർക്ക് പ്രഷർ, എല്ലാത്തിലും നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം ഒരു ലിമിറ്റായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ചെറിയൊരു പാർട്ട് ടൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രീലാൻസ് ജോലിയൊക്കെ ഈ നമ്മൾ ഉണ്ടാക്കുന്ന സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് എടുത്ത് വെച്ച് നമ്മൾ ഒന്ന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്തോ നമുക്ക് വളരെ ഈസിയാണ് നമ്മുടെ ജോലി വിടാനും അപ്പോഴത്തേക്ക് നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാനും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കും. അതല്ലാതെ നമ്മൾ 9 to 5 ജോലി ചെയ്ത് കിട്ടുന്നു, അത് വെച്ച് ജീവിക്കുന്നു, സേവിങ്സ് ഒന്നും ഉണ്ടാവുന്നില്ല, ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, നമുക്കൊരു വീട് വെക്കണമെന്നോ അല്ലെങ്കിൽ നമുക്കൊരു കാറ് മേടിക്കണമെന്നോ നമുക്ക് അങ്ങനെയുള്ള യാതൊരുവിധ ഒരു ഗോളും നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റില്ല. മൂന്നാമത്തെ നമ്മുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ട് സേവിങ് ബിഫോർ സ്പെൻഡിങ്. അതായത് നമ്മൾ സാലറി കിട്ടി അപ്പം തന്നെ നമുക്ക് ആ കിട്ടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും നമ്മളൊന്നും ഒരു പ്ലാനും ഇല്ലാതെ നമ്മളങ്ങ് ജീവിച്ചു പോകുന്നു. നമ്മൾ വെളിയിൽ ഔട്ടിങ്ങിന് പോകുന്നു, കിഡ്സിന് വേണ്ട വാങ്ങിച്ചു കൊടുക്കുന്നു, ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലവഴിക്കുന്നു. നമ്മൾ ചിലവഴിച്ച് ബാക്കി അവസാനം നമ്മുടെ കയ്യിൽ എന്ത് വരും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 2000-3000 രൂപയൊക്കെ കാണും. ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ ഇടേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയാകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു നിശ്ചിത എമൗണ്ട് 10,000 എങ്കിൽ 10,000, 5,000 എങ്കിൽ 5,000 സാലറി കിട്ടുന്ന ഉടനെ തന്നെ നമ്മൾക്ക് ഇത്ര രൂപ സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കുക. ബാക്കി പൈസ നമ്മൾ സേവ് ചെയ്യുക. നമുക്ക് എന്ത് നല്ല ഒരു ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ ലിമിറ്റായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്തു, ഒരു ഇത്ര ഒരു 10,000 രൂപയ്ക്ക് 10,000 നമ്മൾ സേവ് ചെയ്യുകയും ചെയ്തു. സോ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ഇഗ്നോറിങ് എമർജൻസി ഫണ്ട്. നമ്മൾ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് കയ്യിൽ കരുതണം. കാരണം എപ്പോഴെങ്കിലും നമുക്ക് ഒരു ജോബ് ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ, നമ്മൾ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആരുടെയെങ്കിലും കടമായിട്ട് വാങ്ങിക്കേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് നമ്മൾ സേവ് ചെയ്യാൻ എടുത്ത് വെക്കുന്നത് പോലെ തന്നെ ഒരു എമർജൻസി ഫണ്ട് എടുത്ത് വെക്കാനായിട്ട് ശീലിക്കുക. ഇത് നമുക്ക് ഒരുപാട് നമ്മളെ കടങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മളെപ്പോഴും മനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ഇതുപോലെ ഈ ജോലി സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ എവിടുന്നെങ്കിലും പൈസ തികയാതാകുമ്പോൾ നമ്മൾ കടം വാങ്ങിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഒരു ഒരു എമർജൻസി ഫണ്ട് സേവ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ട്രാപ്പ്ഡ് ഇൻ EMI കൾച്ചർ. നമ്മളെല്ലാം ഒരു EMI എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോയി വാങ്ങിക്കാനുള്ള ഒരു ത്വര നമുക്കുണ്ടാവും. ഒന്നെങ്കിൽ കാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസീവ് ഗാഡ്ജറ്റ്, അല്ലെങ്കിൽ ഫോണ്, അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമുക്ക് മേടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ EMI ആയിട്ട് ചെറിയൊരു എമൗണ്ടല്ലേ പോകുന്നു എന്നുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മുടെ തലയിലുണ്ടാവും. അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. ഈ ഒരു EMI കൾച്ചറിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യില്ല, നമ്മുടെ ഒരു ഡ്രീമും അച്ചീവ് ചെയ്യില്ല. പക്ഷേ ഫിനാൻഷ്യൽ ബേർഡൻ കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇതൊരു വലിയ മിസ്റ്റേക്കാണ് സാലറിഡ് പീപ്പിൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോ ക്ലിയർ ഗോൾ. നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഗോൾ ഉണ്ടാവില്ല. ചിലപ്പം ചിലർക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത 5 വർഷത്തിൽ നമുക്കൊരു വീട് മേടിക്കണം. അതുപോലെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ചെറിയ ഗോളും ആയിക്കോട്ടെ വലിയ ഗോളായിക്കോട്ടെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അല്ലെങ്കിൽ ചുമ്മാ ഒരു എയിംലെസ് ആയിട്ട് നമ്മൾ പണി സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു റീസണും ഇല്ല, നമ്മുടെ കാശ് പോവുകയും ചെയ്യും, നമ്മളുടെ ഒരു കാര്യം നടക്കുകയില്ല, നമുക്കൊരു ഗോൾ ഒരു കാര്യം നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യാതെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും.
അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇഗ്നോറിങ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഇൻഷുറൻസ് വെച്ചുകൊണ്ടിരിക്കും. കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഇൻഷുറൻസ് ചിലപ്പോൾ നമ്മളൊരു ജോലി എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. എപ്പോഴാണ് നമുക്ക് ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. സോ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ മിസ്റ്റേക്സ് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഫിനാൻഷ്യലി നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുകയും ഒരുപാട് പൈസ സേവ് ചെയ്യാനും ഫ്യൂച്ചറിൽ ഒരുപാട് ഗോളുകൾ അച്ചീവ് ചെയ്യാൻ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാവും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്ലാനിങ് എപ്പോഴും നമ്മൾ ചെയ്ത് നോക്കുക. ഈ മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.